നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ ത്രിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. വഴിയമ്പലം അഗസ്തേശ്വരപുരം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി. വാർത്തകൾ വിശദമായി. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ ത്രിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തെവിടെയും പോലീസ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് ഭരണകൂടത്തിൻ്റെ ഉപകരണങ്ങളും സ്ഥാപനങ്ങളും എല്ലാം തന്നെയാണ്. ഇത് നിയന്ത്രിക്കുന്നതിനും ദേശരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ദേശീയ താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും അതാത് രാജ്യങ്ങളിൽ പോലീസ് ഉണ്ട്. പൊളൈറ്റ്, ഒബീഡിയൻസ്, ലോയൽറ്റി, ഇൻ്റലിജൻസ്, കറേജ്, എഫിഷ്യൻസി. ഇത് അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് പോലീസ്, അല്ലെങ്കിൽ അർത്ഥപൂർണമാക്കുന്ന തരത്തിലാണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഈ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ PTA പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷനായി. മതിലകം SI MK രമേശ് ക്യാമ്പ് വിശദീകരണം നടത്തി. പ്രധാനാധ്യാപിക വസന്തകുമാരി, ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം പ്രിൻസിപ്പൽ ആൻഡോപോൾ, ഗുഹരാജ് കൊച്ചിക്കാട്ട്, PM അബ്ദു ഹാജി, TV മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. വഴിയമ്പലം അഗസ്തേശ്വരപുരം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് പോണത്ത് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിൽ ഉന്നതിയിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മലയാളികൾ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ ഇത്രയും ശോചനീയമായിട്ടും ഇതിനെതിരെ പ്രതികരിക്കാൻ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഭരണത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ അപ്പോസ്തലന്മാരോ ഇന്നുവരെ മുന്നോട്ട് വന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യ മഹാരാജ്യത്ത് 67% റോഡുകൾ പണിതുകൊണ്ട് റോഡ് പണിയുടെ മേൽക്കോയ്മയെ ഉദ്ധരിച്ചുകൊണ്ട് റബ്ബറൈസ്ഡ് റോഡുകൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച് ഭാരതീയ ജനതയ്ക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു തന്ന ഏക സർക്കാർ വാജ്പേയി സർക്കാരായിരുന്നു. മണ്ഡലം വൈസ് പ്രസിഡന്റ് അനീഷ് മാടപ്പാട്ട് അധ്യക്ഷനായി. ബാലാജി, KG പ്രണവ്, AP സതീഷ് എന്നിവർ സംസാരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് തളിക്കുളം ദിശ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മുറ്റിച്ചൂർ ജലോത്സവം ഈ മാസം 11 ഉച്ചയ്ക്ക് 2 മണിക്ക് കനോലി കനാലിൽ നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CN ജയദേവൻ MP ഉദ്ഘാടനം ചെയ്യും. ഗീതാഗോപി MLA അധ്യക്ഷത വഹിക്കും. A, B ഗ്രേഡുകളിലായി 17 ചുരുളൻ വള്ളങ്ങൾ ജലമേളയിൽ മാറ്റുരയ്ക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ PC മണികണ്ഠൻ, KV സുകുമാരൻ, MA അരുൺ, ഉമ്മർ കാരണപ്പറമ്പിൽ, അഷ്റഫ് തൊപ്പിയിൽ എന്നിവർ പങ്കെടുത്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് തളിക്കുളം സ്നേഹതീരത്ത് നടന്ന ഒരുമ ഓണം ദേശീയോത്സവ് സമാപിച്ചു. ചൊവ്വാഴ്ച നടന്ന ആഘോഷ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. PI ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. KS ദീപൻ മാസ്റ്റർ, മുനീർ ഇടശ്ശേരി, മിനി മുരളീധരൻ, ജീജ രാധാകൃഷ്ണൻ, കരുണ മനോജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കലാസന്ധ്യയിൽ ഗുജറാത്ത്, പഞ്ചാബ്, കൊൽക്കത്ത, ഉത്തരാഖണ്ഡ്, കേരളം എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകൾ പങ്കെടുത്തു.
കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ നാട്ടിക മേഖലാ പ്രതിനിധി സമ്മേളനം ഈ മാസം 13 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ്, അതിന്റെ ചുരുക്കപ്പേരാണ് നന്മ. 2006 സംസ്ഥാന തലത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടന വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ ഒന്നിച്ച് അണിനിരത്തി ഒരു കൊടി കീഴിൽ നടത്തപ്പെടുന്ന സംഘടന. 2007 നാട്ടിക മേഖലയിൽ മേഖലാ പ്രവർത്തനം തുടങ്ങുകയും നാളിതുവരെയുള്ള പ്രവർത്തനത്തിൽ 306 മെമ്പർമാർ ഇന്ന് നാട്ടിക മേഖലയിലുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ 3010 മെമ്പർമാരുണ്ട്. നാട്ടിക മേഖല എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് പഴയ അസംബ്ലി മണ്ഡലമായിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നന്മയിൽ പ്രവർത്തിക്കുന്ന ആർക്കും എവിടെയും മെമ്പർഷിപ്പ് കൊടുക്കാം. ഏത് മേഖല പ്രവർത്തിക്കുന്നവർക്കും ഏത് ഡിസ്ട്രിക്റ്റിൽ പ്രവർത്തിക്കുന്നവർക്കും കൊടുക്കാം. ഓരോ പ്രവർത്തന മണ്ഡലം ഏത് മേഖലയാണോ അവരേക്ക് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു, അവിടെ പ്രവർത്തിക്കുന്നു. രാവിലെ 9 മുതൽ തൃപ്രയാർ പ്രിയദർശിനി ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം നന്മ സംസ്ഥാന പ്രസിഡന്റ് സേവ്യർ പുൽപ്പാട്ട് ഉദ്ഘാടനം ചെയ്യും. രാജു വെന്നിക്കൽ അധ്യക്ഷത വഹിക്കും. കലയും സമൂഹവും നന്മയുടെ പ്രസക്തിയും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തും. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മേള കലാകാരൻ പെരുവനം സതീശൻ മാരാർ ഉദ്ഘാടനം ചെയ്യും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ചികിത്സാ ധനസഹായവും സമ്മാനദാനവും നടത്തും. ഭാരവാഹികളായ രാജു വെന്നിക്കൽ, സുനിൽകുമാർ, മനോമോഹനൻ, രാജൻ കാഞ്ഞിരക്കോട്, വത്സൻ പൊക്കാഞ്ചേരി എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള.